വിശുദ്ധ ഖുർആൻ കാരണം ധാരാളമായ ആളുകൾ വഴികേടിലായി പോകും. ധാരാളം ആളുകൾ ഹിദായത്തിലേക്ക് വരികയും ചെയ്യും. യുദില്ലു ബിഹി കസീറാ, ഒരുപാട് ആളുകൾ വഴികേടിലായി പോകും. യഹ്ദി ബിഹി കസീറാ, ഒരുപാട് ആളുകൾ ഹിദായത്തിലേക്ക് വരികയും ചെയ്യും. ഇതേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് നേരായ മാർഗത്തിലൂടെ പോകുന്നവരുമുണ്ട്, വഴികേടിലേക്ക് പോകുന്നവരുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് പലരും പലതും പറഞ്ഞാലോ അതൊന്നും നാം അംഗീകരിക്കേണ്ടതില്ല. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിവല്ലേ. നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കല് ദഖല അബൂബക്കറു ബൈത്തുൽ മദാരിസി, യഹൂദികൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഫവജദ യഹൂദൻ, അവിടെ യഹൂദികളുണ്ട്. ഖദിജ്തമഊ ഇലാ റജുലിൻ മിൻഹും, അവരെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുടെ അരികിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. യുഖാലു ലഹു ഫൻഹാ, അദ്ദേഹത്തിന്റെ പേര് ഫൻഹാസ് എന്നാണ്. യഹൂദികളുടെ നേതാവായ ഈ മനുഷ്യൻ അവരോട് പറയുന്നത് എന്താണ്? യഹൂദികൾ ഇങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ഫഖാല ലഹു, അബൂബക്കർ തങ്ങളെ കണ്ടപ്പോൾ ഈ ഫൻഹാസ് എന്ന് പറയുന്ന യഹൂദികളുടെ നേതാവ് വിളിച്ചു പറയുകയാണ്, അബൂബക്കറേ, വല്ലാഹി യാ അബൂബക്കർ മാ ബിനാ ഇലല്ലാഹി മിൻ ഫഖീർ. അബൂബക്കറേ, അല്ലാഹുവിലേക്ക് ഞങ്ങളാണോ ഫഖീർ? ഞങ്ങൾ അല്ലാഹുവിലേക്ക് ഫഖീറായവനാണോ? അല്ലാഹു ഞങ്ങളിലേക്കല്ലേ ഫഖീറായവൻ? വഇന്നഹു ഇലൈനാ ലഫഖീർ, അല്ലാഹു ഞങ്ങളിലേക്കാണ് ഫഖീറായവൻ. അല്ലാഹുവാണ് ദരിദ്രൻ, ഞങ്ങൾ പണക്കാരാണ്. ഞങ്ങളെങ്ങാനും പാവപ്പെട്ടവരായിരുന്നുവെങ്കിൽ അല്ലാഹുവാണ് സമ്പന്നനെങ്കിൽ, വലൗകാന ഗനിയ്യൻ അന്നാ, ഞങ്ങൾ സമ്പന്നരല്ല, അല്ലാഹുവാണ് സമ്പന്നരെങ്കിൽ, മസ്തഖറല മിന്നാ, അല്ലാഹു ഞങ്ങളോട് കടം ചോദിക്കില്ലായിരുന്നുവല്ലോ. കമാ യസ്അമു സാഹിബുകും, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് പറയുന്നത് പോലെ. മുഹമ്മദ് പറയാറില്ലേ നിന്റെ അള്ളാന്റെ ഖുർആനാണെന്നും പറഞ്ഞ്. മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, അൽ ബഖറ സൂറത്തിന്റെ 245 ആയത്തിലും സൂറത്തുൽ ഹദീദിന്റെ 11 ആയത്തിലും കാണാം, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, അല്ലാഹുവിനിക്ക് ആരാണ് നല്ല കടം കൊടുക്കുന്നവൻ? മെച്ചമായ കടം നിങ്ങളിൽ നിന്ന് ആരാണ് നൽകുക എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം അല്ലാഹു ചോദിക്കണമെങ്കിൽ അല്ലാഹു ദരിദ്രനായതുകൊണ്ടല്ലേ യഹൂദികളുടെ നേതാവായ ഫൻഹാസ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾക്ക് ദേഷ്യം വന്നുപോയി. യഥാർത്ഥത്തിൽ അതിന്റെ നേരെ വാക്കർത്ഥം അങ്ങനെ തോന്നിക്കുമെങ്കിലോ യഥാർത്ഥത്തിൽ അതിന്റെ സാരം എന്താണ്? നല്ല നിലയ്ക്ക് നിങ്ങൾ പണം ചെലവഴിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളമായി നൽകുമെന്നാണ് ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഇതാണ് ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നത്. അബൂബക്കർ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അബൂബക്കറോ, അബൂബക്കർ തങ്ങൾ കോപിഷ്ഠനായി. കയ്യങ്ങുയർത്തിക്കൊണ്ട് അയാളുടെ മുഖത്തേക്ക് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. മുഖമങ്ങ് ചുവന്നുപോയി. അബൂബക്കർ തങ്ങളുടെ വിരലിന്റെ പാടുകൾ പതിഞ്ഞു കിടക്കുന്നു. അയാൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, നിന്റെ കൂട്ടുകാരനായ അബൂബക്കർ ഉണ്ടല്ലോ, എന്നെ അടിച്ചത് കണ്ടോ? എന്നെ ചെയ്ത പ്രവർത്തനം കണ്ടോ?
ഫൻഹാസ് വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് വിളിക്കുകയാണ്. ഫഖാല യാ അബൂബക്കർ മാ ഹമലുക അലാ മാ സനഅത, നിന്നെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ് അബൂബക്കറേ? അബൂബക്കർ തങ്ങളോട് ചോദിച്ചപ്പോൾ അബൂബക്കർ തങ്ങളെ പറയാണ്, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖൗലൻ അളീമാ, അയാള് വല്ലാത്ത ഒരു വാക്കാണ് പറഞ്ഞത് നബിയേ. എന്ത് വാക്കാണ് അയാള് പറഞ്ഞത്? യസാമു അന്നല്ലാഹ ഫഖീറുൽ, അല്ലാഹു ദരിദ്രനാണെന്ന് അയാള് വാദിക്കുന്നു. വഅന്നഹും മൻഹു അഗ്നിയായ്, ഇവരൊക്കെ പണക്കാരാണ്, ധനാഢ്യന്മാരാണ്. അല്ലാഹു പാവപ്പെട്ടവനാണ്, ഫഖീറാണ്, ദരിദ്രനാണെന്നാണ് ഇവരുടെ വാദം. ആ വാദം കേട്ടപ്പോഴാണ് ഞാൻ അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഫൻഹാസ് പറയുന്നു, ഇല്ല മുഹമ്മദേ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫജഹദ ഫൻഹാസ്, ഫൻഹാസ് അത് നിഷേധിക്കുകയാണ്. മുഹമ്മദേ, അബൂബക്കർ കളവ് പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇല്ല. അബൂബക്കറാണോ കളവ് പറയുന്നത്? ഫൻഹാസാണോ കളവ് പറയുന്നത്? അല്ലാഹു ഉടനെ ആയത്തിറക്കുകയാണ്, ജിബ്രീൽ ഇറങ്ങി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി കോതി കൊടുക്കുന്നു, ലഖദ് സമിഅല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ സനക്തുബു മാ ഖാലൂ വഖത്ലഹുമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വനഖൂലു ദൂഖൂ അദാബൽ ഹരീഖ്. ആൽ ഇംറാൻ സൂറത്തിന്റെ 181-ാമത്തെ ആയത്തിൽ കാണാം, ലഖദ് സമിഅല്ലാഹു ഖൗലല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ, ഞങ്ങളൊക്കെ പണക്കാരാണ്, ധനാഢ്യന്മാരാണ്, നിശ്ചയം അല്ലാഹുവാണ് ദരിദ്രൻ എന്ന് പറയുന്ന ആളുകളുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. സനക്തുബു മാ ഖാലൂ, അവര് പറഞ്ഞത് മുഴുവനും റെക്കോർഡാണ്. വഖത്ലഹുമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അന്യായവും കൂടാതെ അംബിയാക്കളെ കൊന്നവരുണ്ടല്ലോ, അത് മുഴുവനും റെക്കോർഡാണ്. വനഖൂലു, നാം അവരോട് പറയും, ദൂഖൂ അദാബൽ ഹരീഖ്, കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് അവരോട് നാം പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഉടനെ ആയത്തിറക്കിയില്ലേ? ഈ ആയത്തിറക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അല്ലാഹുവിന്റെ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തവർക്ക് വലിയ ശിക്ഷ അനുഭവിച്ചോളൂ എന്ന് നാം വിളിച്ചു പറയുമെന്ന് ഖുർആനാണ് പറഞ്ഞത്. അവർക്കുള്ള ശിക്ഷയാണത്. ഖുർആനിന് അർത്ഥം പറയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ, സ്വഹാബികൾ താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ, താബീങ്ങൾ തബഉ താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ, അതിനുശേഷമുള്ള പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചതുപോലെ, അതല്ലാതെ ഖുർആനിന് അർത്ഥം പറയാൻ പറ്റില്ല. സ്വന്തമായ വ്യാഖ്യാനത്തോടെ ഖുർആനെ വ്യാഖ്യാനിച്ചാൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്.